4:26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് ഭാരതത്തെ സാൽവേജ് ചെയ്യുവാൻ, അതായത് രക്ഷിക്കുവാൻ. കുട്ടികളായ നിങ്ങൾ ഈ സമയം ബാബയുടെ സഹായികളാകുന്നു. ഭാരതം തന്നെയാണ് പ്രാചീന ഖണ്ഡം. ചോദ്യം: ഉയർന്ന ലക്ഷ്യത്തിൽ തടസ്സമിടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം: അഥവാ അല്പമെങ്കിലും ഏതെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, അനാസക്ത വൃത്തി ഇല്ലെങ്കിൽ, നല്ലത് ധരിക്കുന്നതിലും കഴിക്കുന്നതിലും ബുദ്ധി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഈ കാര്യങ്ങൾ ഉയർന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിൽ തടസ്സമിടുന്നു. അതിനാൽ ബാബു പറയുന്നു, കുട്ടികളെ, വനവാസത്തിൽ ഇരിക്കൂ. നിങ്ങൾക്ക് സർവ്വതും മറക്കേണ്ടതുണ്ട്. ഈ ശരീരം പോലും ഓർമ്മയുണ്ടായിരിക്കരുത്. ഓം ശാന്തി. കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കിച്ചു തന്നു. ഈ ഭാരതം തന്നെയാണ് അവിനാശി ഖണ്ഡം. ഇതിൻ്റെ യഥാർത്ഥ പേര് തന്നെ ഭാരതഖണ്ഡം എന്താണ്? ഹിന്ദുസ്ഥാൻ എന്ന പേര് പിന്നീടാണ് വന്നത്. ഭാരതത്തെ പറയുന്നത് സ്പിരിച്വൽ ഖണ്ഡം എന്നാണ്. ഇത് പ്രാചീന ഖണ്ഡമാണ്. പുതിയ ലോകത്തിൽ എപ്പോഴാണോ ഭാരതഖണ്ഡം ഉണ്ടായിരുന്നത്, അപ്പോൾ മറ്റൊരു ഖണ്ഡവും ഉണ്ടായിരുന്നില്ല. മുഖ്യമായത് തന്നെ ഇസ്ലാമി, ബൗദ്ധി, ക്രിസ്ത്യൻ എന്നിവയാണ്. ഇപ്പോഴാണെങ്കിൽ വളരെയധികം ഖണ്ഡങ്ങൾ ആയിക്കഴിഞ്ഞു. ഭാരതം അവിനാശി ഖണ്ഡമാണ്. അതിനെ തന്നെയാണ് സ്വർഗം, ഹെവൻ എന്ന് പറയുന്നത്. പുതിയ ലോകത്തിൽ പുതിയ ഖണ്ഡം ഒരു ഭാരതം തന്നെയാണ്. പുതിയ ലോകം രചിക്കുന്നവൻ പരമപിത പരമാത്മാവാണ്. സ്വർഗത്തിൻ്റെ രചയിതാവ് ഹെവൻലി ഗോഡ് ഫാദറാണ്. ഭാരതവാസികൾക്കറിയാം, ഈ ഭാരതം അവിനാശി ഖണ്ഡമാണ്. ഭാരതം സ്വർഗമായിരുന്നു. ആരെങ്കിലും മരിക്കുമ്പോൾ സ്വർഗത്ത് പോയി എന്ന് പറയുന്നു. സ്വർഗം മുകളിൽ എവിടെയോ ആണ് എന്ന് മനസ്സിലാക്കുന്നു. ദിൽവാല ക്ഷേത്രത്തിലും വൈകുണ്ഠത്തിൻ്റെ ചിത്രം മേൽത്തട്ടിൽ കാണിച്ചിരിക്കുന്നു. ഭാരതം തന്നെയാണ് ഹെവനായിരുന്നത് എന്നത് ആരുടെയും ബുദ്ധിയിൽ വരുന്നില്ല. ഇപ്പോഴല്ല, ഇപ്പോഴാണെങ്കിൽ ഹെല്ലാണ്. അപ്പോൾ അതും അജ്ഞാനമായി. ജ്ഞാനവും അജ്ഞാനവും രണ്ട് കാര്യങ്ങളാണ്. ജ്ഞാനത്തെ പറയുന്നത് പകൽ എന്നും അജ്ഞാനത്തെ രാത്രി എന്നുമാണ്. ഘോരമായ പ്രകാശം എന്നും ഘോരമായ അന്ധകാരം എന്നും പറയുന്നു. പ്രകാശം എന്നാൽ റൈസ്, ഉയർച്ച. അന്ധകാരം എന്നാൽ ഫോൾ, വീഴ്ച. മനുഷ്യൻ സൂര്യൻ്റെ ഫോൾ, അതായത് സൂര്യൻ താഴുന്നത് കാണുന്നതിനായി സൺസെറ്റ് കാണുവാനായി പോകുന്നു. അതാകട്ടെ പരിധിയുള്ള കാര്യമാണ്. ഇതിനെ പറയുന്നത് ബ്രഹ്മാവിൻ്റെ പകൽ, ബ്രഹ്മാവിൻ്റെ രാത്രി എന്നാണ്. ഇപ്പോൾ ബ്രഹ്മാവ് പ്രജാപിതാവാണ്. അപ്പോൾ തീർച്ചയായും പ്രജകളുടെ പിതാവായി. ജ്ഞാനാഞ്ജനം സദ്ഗുരു നൽകി അജ്ഞാന അന്ധകാരം വിനാശമായി. ഈ കാര്യങ്ങൾ ലോകത്തിൽ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. ഇതാണ് പുതിയ ലോകത്തിന് വേണ്ടിയുള്ള പുതിയ നോളജ്. ഹെവനു വേണ്ടി ഹെവൻലി ഗോഡ് ഫാദറിൻ്റെ നോളജ് ആവശ്യമാണ്. ഫാദർ ഈസ് നോളജ്ഫുൾ എന്ന് പാടുന്നുമുണ്ട്. അപ്പോൾ ടീച്ചറായി. ഫാദറിനെ പറയുന്നത് തന്നെ പതീത പാവനൻ എന്നാണ്. മറ്റാരെയും പതീത പാവനൻ എന്ന് പറയുവാൻ സാധിക്കില്ല. കൃഷ്ണനെയും പറയുവാൻ സാധിക്കില്ല. സർവരുടെയും ഫാദർ ഒന്ന് തന്നെയാണ്. ശ്രീകൃഷ്ണൻ സർവരുടെയും ഫാദർ അല്ല. ശ്രീകൃഷ്ണൻ വലുതായി വിവാഹം കഴിക്കുമ്പോൾ 1-2 കുട്ടികളുടെ അച്ഛനാകും. രാധാകൃഷ്ണനെയും പ്രിൻസ്, പ്രിൻസസ് എന്ന് പറയുന്നു. എപ്പോഴെങ്കിലും സ്വയംവരവും നടന്നിട്ടുണ്ടാകും. വിവാഹത്തിന് ശേഷമാണ് മാതാപിതാവാകാൻ സാധിക്കുന്നത്. അവരെ ഒരിക്കലും വേൾഡ് ഗോഡ് ഫാദർ എന്ന് പറയുവാൻ സാധിക്കില്ല. വേൾഡ് ഗോഡ് ഫാദർ എന്ന് കേവലം ഒരേ ഒരു നിരാകാരനായ ബാബയെ തന്നെയാണ് പറയുന്നത്. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് ശിവ് ബാബയെ പറയുവാൻ സാധിക്കില്ല. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പ്രജാപിത ബ്രഹ്മാവാണ്.
ആ ഒന്നിൽ നിന്നാണ് വംശാവലി വരുന്നത്. ബാബ ഇൻകോർപ്പൊറിയൽ ഗോഡ് ഫാദറാണ്. നിരാകാരനായ ആത്മാക്കളുടെ പിതാവാണ്. നിരാകാരി ആത്മാക്കൾ എപ്പോഴാണോ ഇവിടെ ശരീരത്തിലുള്ളത് അപ്പോൾ ഭക്തിമാർഗത്തിൽ വിളിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ പുതിയ കാര്യങ്ങളാണ് കേൾക്കുന്നത്. യഥാർത്ഥ രീതിയിൽ ഒരു ശാസ്ത്രങ്ങളിലുമില്ല. ബാബ പറയുന്നു, ഞാൻ മുന്നിലിരുന്ന് കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. പിന്നെ ഈ ജ്ഞാനം മുഴുവൻ മാഞ്ഞു പോകും. പിന്നെ എപ്പോഴാണോ ബാബ വരുന്നത് അപ്പോൾ വന്ന് യഥാർത്ഥ ജ്ഞാനം കേൾപ്പിക്കുന്നു. കുട്ടികൾക്ക് തന്നെയാണ് മുന്നിൽ മനസ്സിലാക്കിച്ചു തന്ന് സമ്പത്ത് നൽകുന്നത്. പിന്നീട് ശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നു. യഥാർത്ഥമായതുണ്ടാവുക സാധ്യമല്ല. കാരണം സത്യത്തിൻ്റെ ലോകം തന്നെ സമാപ്തമായി അസത്യഖണ്ഡമാകുന്നു. അപ്പോൾ അസത്യമായ വസ്തു തന്നെയാകും ഉണ്ടാവുക. കാരണം ഇറങ്ങുന്ന കലയിലാകുന്നു. സത്യത്തിലൂടെയാണെങ്കിൽ കയറുന്ന കല ഉണ്ടാകുന്നു. ഭക്തിയാണ് രാത്രി. അന്ധകാരത്തിൽ കാൽ തട്ടി വീണുകൊണ്ടിരിക്കുന്നു, ശിരസ് നമിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഘോര അന്ധകാരമാണ്. മനുഷ്യർക്കാണെങ്കിൽ ഒന്നും തന്നെ അറിയില്ല. വാതിൽക്കൽ തോറും തെക്കി തിരക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സൂര്യൻ്റെയും റൈസും ഫോളുമുണ്ട്. അത് കുട്ടികൾ പോയി കാണുന്നു. ഇപ്പോഴാണെങ്കിൽ കുട്ടികളായി നിങ്ങൾ ജ്ഞാന സൂര്യൻ ഉദിക്കുന്നത് കാണണം. റൈസ് ഓഫ് ഭാരത്, ഡൗൺഫോൾ ഓഫ് ഭാരത്. അതായത് ഭാരതത്തിൻ്റെ ഉയർച്ചയും ഭാരതത്തിൻ്റെ പതനവും. സൂര്യൻ അസ്തമിക്കുന്നത് പോലെ ഭാരതവും അസ്തമിക്കുന്നു. സത്യനാരായണൻ്റെ കഥയിൽ ഇതാണ് കാണിക്കുന്നത്. ഭാരതത്തിൻ്റെ തോണി താഴേക്ക് പോകുന്നു. പിന്നെ ബാബ വന്ന് അതിനെ രക്ഷിക്കുന്നു. നിങ്ങൾ ഈ ഭാരതത്തെ വീണ്ടും രക്ഷിക്കുകയാണ്. ഇത് കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. നിങ്ങൾ ക്ഷണവും നൽകുന്നു. നവനിർമ്മാണ പ്രദർശിനി എന്ന പേര് ശരിയാണ്. പുതിയ ലോകത്തിൻ്റെ സ്ഥാപന എങ്ങനെ നടക്കുന്നു അതിൻ്റെ പ്രദർശിനി. ചിത്രങ്ങളിലൂടെ അറിവ് നൽകപ്പെടുന്നു. അപ്പോൾ അതേ പേര് തന്നെ വരുന്നത് നല്ലതാണ്. പുതിയ ലോകം എങ്ങനെ സ്ഥാപിതമാകുന്നു അഥവാ റൈസ് എങ്ങനെ ഉണ്ടാകുന്നു ഇത് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. തീർച്ചയായും പഴയ ലോകത്തിൻ്റെ ഫോൾ ഉണ്ടാകുന്നു. അപ്പോഴാണ് റൈസ് എങ്ങനെ നടക്കുന്നത് എന്ന് കാണിക്കുന്നത്. ഇതും ഒരു സ്റ്റോറിയാണ്. രാജ്യം നേടുന്നതിൻ്റെയും പാഴാക്കുന്നതിൻ്റെയും. 5000 വർഷം മുമ്പ് എന്തായിരുന്നു? സൂര്യവംശികളുടെ രാജ്യമായിരുന്നു എന്ന് പറയും. പിന്നെ ചന്ദ്രവംശി രാജ്യം സ്ഥാപിതമായി. ഒരാളിൽ നിന്നും മറ്റൊരാൾ രാജ്യം സ്വീകരിക്കുന്നു. ഇന്ന ആൾ രാജ്യം സ്വീകരിച്ചതായി കാണിക്കുന്നു. അവർ ഏണിപ്പടി മനസ്സിലാക്കുന്നില്ല. ഇത് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ ഗോൾഡൻ ഏജിൽ നിന്നും സിൽവർ ഏജിലേക്ക് പോയി പടികൾ ഇറങ്ങി വന്നു. ഇത് 84 ജന്മങ്ങളുടെ ഏണിപ്പടിയാണ്. പടികൾ ഇറങ്ങേണ്ടതുണ്ട്, പിന്നെ കയറേണ്ടതുമുണ്ട്. ഡൗൺഫോളിൻ്റെയും രഹസ്യം മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഭാരതത്തിൻ്റെ ഡൗൺഫോൾ എത്ര സമയമാണ്? റൈസ് എത്ര സമയമാണ്? ഫോൾ ആൻഡ് റൈസ് ഓഫ് ഭാരത്വാസി. വിചാരസാഗര മഥനം ചെയ്യേണ്ടതുണ്ട്. മനുഷ്യരെ എങ്ങനെ ടെംപ്ടേഷനിൽ കൊണ്ടുവരാം? പിന്നെ ക്ഷണവും നൽകണം. സഹോദരി സഹോദരന്മാരെ വന്ന് മനസ്സിലാക്കൂ. ബാബയുടെ മഹിമ ആദ്യം പറഞ്ഞു കൊടുക്കണം. ശിവ് ബാബയുടെ മഹിമയുടെ ഒരു ബോർഡ് ഉണ്ടായിരിക്കേണ്ടതാണ്. പതീത പാവനൻ, ജ്ഞാനത്തിൻ്റെ സാഗരം, പവിത്രത, സുഖം, ശാന്തിയുടെ സാഗരം, സമ്പത്തിൻ്റെ സാഗരം, സർവരുടെയും സദ്ഗതി ദാതാവ്, ജഗത് പിതാവ്, ജഗത് ശിക്ഷകൻ, ജഗത് ഗുരു. ശിവ് ബാബയിൽ നിന്നും വന്ന് തൻ്റെ സൂര്യവംശി ചന്ദ്രവംശി സമ്പത്തെടുക്കൂ. അപ്പോൾ മനുഷ്യർക്ക് ബാബയെ അറിയാൻ കഴിയട്ടെ. ബാബയുടെയും ശ്രീകൃഷ്ണൻ്റെയും മഹിമ വേറെ വേറെയാണ്. ഇത് കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലിരിക്കുന്നു. സർവീസബിളായ കുട്ടികൾ ആരാണോ അവർ മുഴുവൻ ദിവസവും ഓടിക്കൊണ്ടിരിക്കും. തൻ്റെ ലൗകിക സർവീസ് ഉണ്ടായിരിക്കുമ്പോഴും അവധിയെടുത്ത് സർവീസിൽ മുഴുകുന്നു.
ഇത് ഈശ്വരീയ ഗവൺമെൻറ്റാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അഥവാ ഇങ്ങനെയുള്ള സർവീസിൽ മുഴുകിയാൽ വളരെയധികം പേര് വരുത്തുവാൻ സാധിക്കും. സർവീസുകളായ കുട്ടികളുടെ പാലന നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുന്നു. കാരണം ശിവബാബയുടെ ഭണ്ഡാര നിറഞ്ഞതാണ്. ഏത് ഭണ്ഡാരയിൽ നിന്നും കഴിച്ചുവോ ആ ഭണ്ഡാര നിറഞ്ഞതാണ്. കാലക്കേടുകൾ അകന്നിരിക്കും. നിങ്ങൾ ശിവവംശിയാണ്. ആ ഒന്ന് രചയിതാവാണ്. ഇത് രചനയാണ്. ബാബുൾ, അതായത് പിതാവ് എന്ന നാമം വളരെ മധുരമാണ്. ശിവൻ സാജനുമാണല്ലോ. ശിവ് ബാബയുടെ മഹിമ തന്നെ വേറെയാണ്. നിരാകാരൻ എന്ന വാക്ക് എഴുതുന്നതിലൂടെ ആ ഒന്നിന് ഒരു ആകാരവും ഇല്ല എന്നത് മനസ്സിലാക്കുന്നു. മോസ്റ്റ് ബിലവഡ് ശിവ് ബാബയാണ്. പരമപ്രിയൻ എന്ന് എഴുതുകയും വേണം. ഈ സമയത്ത് അവർക്കും യുദ്ധത്തിൻ്റെ മൈതാനമാണ്, നിങ്ങൾക്കുമാണ്. ശിവശക്തികൾ നോൺ വയലൻസ്, അഹിംസകർ എന്ന് പാടപ്പെടുന്നു. എന്നാൽ ചിത്രങ്ങളിൽ ദേവിമാർക്കും ആയുധം നൽകി ഹിംസ കാണിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ യോഗം അഥവാ ഓർമ്മയുടെ ബലത്തിലൂടെ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവി നേടുന്നു. ആയുധങ്ങളുടെ മറ്റും കാര്യമേ ഇല്ല. ഗംഗയ്ക്ക് വളരെ പ്രഭാവമുണ്ട്. വളരെ പേർക്ക് സാക്ഷാത്കാരവും ഉണ്ടാകും. ഗംഗാജലം ലഭിച്ചാലേ ഉദ്ധാരം ഉണ്ടാകൂ എന്ന് ഭക്തി മാർഗത്തിൽ മനസ്സിലാക്കുന്നു. അതിനാൽ ഗുപ്ത ഗംഗ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്പെയ്തപ്പോൾ ഗംഗ വന്നതായി പറയുന്നു. ഗോമുഖത്തിൽ നിന്നും ഗംഗയെ കാണിക്കുന്നു. നിങ്ങൾ ചോദിച്ചാൽ പറയും, ഗുപ്ത ഗംഗ വന്നുകൊണ്ടിരിക്കുന്നു. ത്രിവേണിയിലും സരസ്വതിയെ ഗുപ്തമായി കാണിച്ചിരിക്കുന്നു. മനുഷ്യരാണെങ്കിൽ വളരെയധികം കാര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ ഒരേ ഒരു കാര്യമാണുള്ളത്, കേവലം അൽഫ്, അതായത് ബാബ, ഇത്രമാത്രം. അള്ളാഹു വന്ന് ബഹിഷ്ത്, അതായത് സ്വർഗം സ്ഥാപിക്കുന്നു. ഈശ്വരൻ ഹെവൻ സ്ഥാപിക്കുന്നു. ഈശ്വരൻ സ്വർഗം സ്ഥാപിക്കുന്നു. വാസ്തവത്തിൽ ഈശ്വരൻ ഒന്നാണ്. ഇവർ അവരവരുടെ ഭാഷയിൽ ഭിന്ന ഭിന്ന നാമങ്ങൾ വെച്ചിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിൽ നിന്നും തീർച്ചയായും സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം ലഭിക്കും എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെയാണെങ്കിൽ ബാബ പറയുന്നു, മന്മനാഭവ. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സമ്പത്ത് തീർച്ചയായും ഓർമ്മ വരും. രചയിതാവിൻ്റെ രചനയാണ് സ്വർഗം. രാമൻ നരകം രചിച്ചതായി പറയുന്നില്ല. നിരാകാരനായ രചയിതാവ് ആരാണ് എന്നത് ഭാരതവാസികൾക്ക് അറിയില്ല. നിങ്ങൾ അറിയുന്നു, നരകത്തിൻ്റെ രചയിതാവ് രാവണനാണ്. രാവണനെ കത്തിക്കുന്നു. രാവണ രാജ്യത്തിൽ ഭക്തി മാർഗത്തിൻ്റെ തൈ എത്ര വലുതാണ്. രാവണൻ്റെ രൂപവും വളരെ ഭയങ്കരമായത് ഉണ്ടാക്കിയിരിക്കുന്നു. രാവണൻ നമ്മുടെ ശത്രുവാണ് എന്ന് പറയുന്നുമുണ്ട്. ബാബ അർത്ഥം മനസ്സിലാക്കിച്ചു തന്നു. വിസ്താരം വലുതാണ്. രാവണൻ്റെ ശരീരവും വലുതാക്കി ഉണ്ടാക്കുന്നു. ശിവബാബയാണെങ്കിൽ ബിന്ദുവാണ്. എന്നാൽ ചിത്രം വളരെ വലുത് ഉണ്ടാക്കിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ബിന്ദുവിനെ എങ്ങനെ പൂജിക്കാൻ കഴിയും? പൂജാരി ആകണമല്ലോ. ആത്മാവിനെ കുറിച്ച് പറയുന്നു, ഭൃഗുടിയുടെ മധ്യത്തിൽ അനുപമ നക്ഷത്രം തിളങ്ങുന്നു എന്ന്. പിന്നെ പറയുന്നു, ആത്മാവ് തന്നെയാണ് പരമാത്മാവ്. എങ്കിൽ പിന്നെ 1000 സൂര്യനേക്കാൾ കൂടുതൽ തേജോമയം എങ്ങനെയാകും? ആത്മാവിനെ വർണ്ണിക്കുന്നു, എന്നാൽ മനസ്സിലാക്കുന്നില്ല. അഥവാ പരമാത്മാവ് 1000 സൂര്യനേക്കാൾ തേജസ്സുറ്റതാണ്. എങ്കിൽ ഓരോരുത്തരിലും എങ്ങനെ പ്രവേശിക്കും? എത്ര അയഥാർത്ഥമായ കാര്യങ്ങളാണ്. അത് കേട്ട് എന്തായിരിക്കുന്നു? ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്ന് പറയുന്നു. അപ്പോൾ ബാബയുടെ രൂപവും അങ്ങനെയാകുമല്ലോ. എന്നാൽ പൂജയ്ക്ക് വേണ്ടി വലുതുണ്ടാക്കിയിരിക്കുന്നു. കല്ലിൻ്റെ എത്ര വലിയ വലിയ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു. ഗുഹയിൽ വലിയ വലിയ പാണ്ഡവരെ കാണിക്കുന്നു. ഒന്നും അറിയുന്നില്ല. ഇതാണ് പഠനം. തൊഴിലും പഠനവും വേറെ വേറെയാണ്. ബാബ പഠിപ്പിക്കുകയും ചെയ്യുന്നു, തൊഴിലും പഠിപ്പിക്കുന്നു.
ബോർഡിലും ആദ്യം ബാബയുടെ മഹിമ ഉണ്ടായിരിക്കണം. ബാബയുടെ ഫുൾ മഹിമ എഴുതണം. ഈ കാര്യങ്ങൾ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ പുരുഷാർത്ഥത്തിൻ്റെ നമ്പർ അനുസരിച്ചാണ് വരുന്നത്. അതിനാൽ മഹാരഥി എന്നും കുതിരസവാരി എന്നും പറയുന്നു. ആയുധങ്ങളുടെയും മറ്റും കാര്യമൊന്നുമില്ല. ബാബ ബുദ്ധിയുടെ പൂട്ട് തുറക്കുന്നു. ഈ ഗോദ്രജിൻ്റെ പൂട്ട് ആർക്കും തുറക്കുവാൻ സാധിക്കില്ല. ബാബയുടെ അടുക്കൽ കൂടിക്കാഴ്ചയ്ക്കായി വരുമ്പോൾ ബാബ കുട്ടികളോട് ചോദിക്കുന്നു, മുൻപ് എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഇതേ സ്ഥാനത്ത് ഇതേ ദിവസം എപ്പോൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ? അപ്പോൾ കുട്ടികൾ പറയുന്നു, അതേ ബാബ 5000 വർഷം മുമ്പ് കണ്ടുമുട്ടിയിരുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കും ചോദിക്കാൻ സാധിക്കില്ല. എത്ര ഗുഹ്യമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എത്ര ജ്ഞാനത്തിൻ്റെ യുക്തികൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. എന്നാൽ ധാരണ നമ്പർ വൈസായി ഉണ്ടാകുന്നു. ശിവബാബയുടെ മഹിമ വേറെയാണ്. ബ്രഹ്മ വിഷ്ണു ശങ്കറിൻ്റെ മഹിമ വേറെയാണ്. ഓരോരുത്തരുടെയും പാർട്ട് വേറെ വേറെയാണ്. ഒരാളുടേതുപോലെ ആകില്ല ഇനി ഒരാളുടേത്. ഇത് അനാദിയായ ഡ്രാമയാണ്. അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ആകും. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലിരിക്കുന്നു, നമ്മൾ എങ്ങനെയാണ് മൂലവതനത്തിലേക്ക് പോകുന്നത്, പിന്നെ പാർട്ട് അഭിനയിക്കാനായി വരുന്നത്. പോകുന്നത് സൂക്ഷ്മവതനം വഴിയാണ്. വരുന്ന സമയം സൂക്ഷ്മവതനമില്ല. സൂക്ഷ്മവതനത്തിൻ്റെ സാക്ഷാത്കാരം ഒരിക്കലും ആർക്കും ഉണ്ടാകുന്നില്ല. സൂക്ഷ്മവതനത്തിൻ്റെ സാക്ഷാത്കാരം കാണുന്നതിനായി ആരും തപസ് ചെയ്യുന്നില്ല. കാരണം അതിനെ ആരും അറിയുന്നില്ല. സൂക്ഷ്മവതനത്തിൻ്റെ ഭക്തരൊന്നുമില്ല. സൂക്ഷ്മവതനം ഇപ്പോഴാണ് രചിക്കുന്നത്. സൂക്ഷ്മവതനം വഴി പോയി പിന്നെ പുതിയ ലോകത്തിലേക്ക് വരും. ഈ സമയം നിങ്ങൾ അവിടെ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിവാഹ നിശ്ചയം നടന്നിരിക്കുന്നു. ഇത് പിതാവിൻ്റെ വീടാണ്. വിഷ്ണുവിനെ പിതാവെന്ന് അല്ല പറയുക. അത് അമ്മായി അച്ഛൻ്റെ വീടാണ്. കന്യക അമ്മായി അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പഴയ വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു. നിങ്ങൾ പഴയ ലോകത്തെ തന്നെ ഉപേക്ഷിക്കുന്നു. നിങ്ങളുടെയും അവരുടെയും വനവാസം തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. നിങ്ങളും വളരെ അനാസക്തമായി ഇരിക്കേണ്ടതാണ്. ദേഹാഭിമാനം ഇല്ലാതാക്കണം. കൂടിയ സാരി ധരിക്കുകയാണെങ്കിൽ ഉടൻ ദേഹാഭിമാനം വന്നു പോകും. ഞാൻ ആത്മാവാണ് എന്നത് മറന്നു പോകും. ഈ സമയം നിങ്ങളാണെങ്കിൽ വനവാസത്തിലാണ്. വനവാസവും വാനപ്രസ്ഥവും ഒരേ കാര്യം തന്നെയാണ്. ശരീരമേ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ സാരി ഉപേക്ഷിക്കുകയില്ലേ? വില കുറഞ്ഞ സാരിയാണ് ലഭിക്കുന്നതെങ്കിൽ ഹൃദയം തന്നെ ചുരുങ്ങിപ്പോകുന്നു. ഇതിലാണെങ്കിൽ സന്തോഷമുണ്ടാകേണ്ടതാണ്. വില കുറഞ്ഞ വസ്ത്രം ലഭിച്ചെങ്കിൽ അത് നല്ലതായി. നല്ല വസ്തുവാണെങ്കിൽ സൂക്ഷിക്കേണ്ടി വരും. ഈ ധരിക്കുന്നതിൻ്റെയും കഴിക്കുന്നതിൻ്റെയും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഉയർന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിൽ തടസ്സമിടുന്നു. ലക്ഷ്യം വളരെ വലുതാണ്. കഥയിലും കേൾപ്പിക്കുന്നുണ്ടല്ലോ, പതിയോട് പറഞ്ഞു, ഈ വടിയും ഉപേക്ഷിച്ചേക്കൂ. ബാബ പറയുന്നു, ഈ പഴയ വസ്ത്രം, പഴയ ലോകം എല്ലാം ഇല്ലാതാകണം. അതിനാൽ ഈ മുഴുവൻ ലോകത്തിൽ നിന്നും ബുദ്ധിയോഗം ഇല്ലാതാക്കണം. ഇതിനെ പരിധിയില്ലാത്ത സന്യാസം എന്ന് പറയുന്നു. സന്യാസിമാരാണെങ്കിൽ പരിധിയുള്ള സന്യാസം ചെയ്യുന്നു. ഇപ്പോഴാണെങ്കിൽ അവർ ഉള്ളിലേക്ക് വന്നു. മുൻപ് അവരിൽ വളരെ ശക്തി ഉണ്ടായിരുന്നു. ഇറങ്ങുന്നവർക്ക് എന്ത് മഹിമയായിരിക്കും ഉണ്ടാവുക? പുതിയ പുതിയ ആത്മാക്കളും അവസാനം വരെ വന്നുകൊണ്ടിരിക്കുന്നു പാർട്ട് അഭിനയിക്കുവാൻ. അവരിൽ എന്ത് ശക്തിയായിരിക്കും ഉണ്ടായിരിക്കുക? നിങ്ങളാണെങ്കിൽ മുഴുവൻ 84 ജന്മങ്ങളും എടുക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കുന്നതിനായി എത്ര നല്ല ബുദ്ധി ആവശ്യമാണ്. സർവീസബിളായ കുട്ടികൾ സർവീസിൽ തുള്ളി ചാടിക്കൊണ്ടിരിക്കും. ജ്ഞാനസാഗരത്തിൻ്റെ കുട്ടികൾ ഇങ്ങനെ പ്രഭാഷണം ചെയ്യണം. ബാബ ഉത്സാഹം കാണിക്കുന്നത് പോലെ
പ്രഭാഷണം ചെയ്യണം. ഇതിൽ നിരാശമാകുവാൻ പാടില്ല. ശരി. മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബുദ്ധിയുണ്ട് പരിധിയില്ലാത്ത സന്യാസം ചെയ്യണം. തിരികെ വീട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. അതിനാൽ പഴയ ലോകത്തോടും പഴയ ശരീരത്തോടും അനാസക്തമായിരിക്കണം. ഡ്രാമയിലെ ഓരോ സീനും കണ്ടുകൊണ്ട് സദാ ഹർഷിതമായിരിക്കണം. വരദാനം: ബാബ്ദാദയെ തൻ്റെ കൂട്ടുകാരനായി മനസ്സിലാക്കി ഡബിൾ ഫോഴ്സോടെ കാര്യം ചെയ്യുന്ന സഹജയോഗിയായി ഭവിക്കട്ടെ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ബാബ്ദാദയെ തൻ്റെ കൂട്ടുകാരനാക്കൂ. അപ്പോൾ ഡബിൾ ഫോഴ്സോടെ കാര്യം നടക്കും. സ്മൃതിയും വളരെ സഹജമായി നിലനിൽക്കും. കാരണം ആരാണോ സദാ കൂടെ ഉണ്ടായിരിക്കുന്നത് അവരുടെ ഓർമ്മ സ്വതവേ നിലനിൽക്കുന്നു. അപ്പോൾ ഇതേപോലെ കൂട്ടുകാരനായി ഇരിക്കുന്നതിലൂടെ അഥവാ ബുദ്ധിയിലൂടെ നിരന്തരം സത്യത്തിൻ്റെ കൂട്ടുകെട്ട് വയ്ക്കുന്നതിലൂടെ സഹജയോഗിയായി മാറും. പവർഫുൾ കൂട്ടുകെട്ട് ഉള്ളത് കാരണം ഓരോ കർത്തവ്യത്തിലും താങ്കൾക്ക് ഡബിൾ ഫോഴ്സ് ഉണ്ടായിരിക്കും. അതിലൂടെ ഓരോ കാര്യത്തിലും സഫലതയുടെ അനുഭൂതി ഉണ്ടാകും. സ്ലോഗൻ: ആരാണോ ഒരിക്കലും മായയുടെ പ്രഭാവത്തിൽ പരവശമാകാത്തത് അവരാണ് മഹാരഥി. അവ്യക്ത സൂചന: മഹാൻ ആകുന്നതിനു വേണ്ടി മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യൂ. മധുരത തന്നെയാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ മഹാനത. എവിടെ മധുരതയുണ്ടോ അവിടെ പവിത്രതയുണ്ട്. പവിത്രതയില്ലാതെ മധുരത വരുക സാധ്യമല്ല. എത്രത്തോളം ബുദ്ധിയിൽ ലഹരിയുണ്ടോ അത്രയും തന്നെ കർമ്മത്തിൽ വിനയവും വാക്കിൽ മധുരതയും ഉണ്ടാകണം. ഇങ്ങനെയുള്ള ലഹരിയിൽ ഇരിക്കുന്നതിലൂടെ ഒരിക്കലും നഷ്ടം ഉണ്ടാവുകയില്ല. സിദ്ധി നേടുന്നവർ സ്വയം തന്നെ വിനയചിത്തരും നിർമ്മാണവും ഓരോ കാര്യത്തിലും സ്വയം തന്നെ ഗുണഗ്രാഹകനും മധുരതാ സമ്പന്നവും ആക്കി മാറ്റും. ഓം ശാന്തി. മനസ്സ സേവനത്തിൻ്റെ അഭ്യാസം. പരമധാമത്തിൽ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സ്ഥിതി ശക്തിശാലിയാകും. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. പരമധാമത്തിൽ ഈ ഉയർന്ന സ്ഥിതിയിലിരുന്ന് വിശ്വത്തിലേക്ക് ലൈറ്റും മൈറ്റും വ്യാപിപ്പിക്കുകയാണ്. പല പല സമസ്യകളുടെ ബന്ധനത്തിൽ അവയുടെ വിഘ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആത്മാക്കളെ എനിക്ക്
സമസ്യകളിൽ നിന്നും വിഘ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കേണ്ടതുണ്ട്. ആ ആത്മാക്കൾക്ക് സഹയോഗം നൽകുന്നതിനു വേണ്ടി ഞാൻ എൻ്റെ അന്തർവാഹക ശരീരത്തിലൂടെ വിശ്വത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. എന്നിൽ നിന്നും പ്രവഹിക്കുന്ന ഈശ്വരീയ ശക്തി ആ ആത്മാക്കളെ പതിക്കട്ടെ. അവരുടെ സമസ്യകൾ പരിഹരിക്കപ്പെടട്ടെ. ഈ ശുഭഭാവനയോടെ, ശുഭകാമനയോടെ, ശുദ്ധ വൈബ്രേഷൻ അവരിലെ വ്യർത്ഥവും ദുർബലവുമായ സങ്കല്പങ്ങളെ പരിവർത്തനപ്പെടുത്തട്ടെ. ഈ ശുദ്ധ വൈബ്രേഷൻ അവരിൽ പതിക്കുമ്പോൾ അവർക്ക് ശ്രേഷ്ഠ ആത്മാവാകണമെന്നുള്ള ഒരു അലൗകിക പ്രേരണ അവരുടെ ഉള്ളിൽ നിന്നും ഉണർന്നു വരികയാണ്. ഈ അലൗകിക ഈശ്വരീയ ശക്തി ആ ആത്മാക്കളിൽ നിറയുമ്പോൾ അവർ പ്രസന്ന ചിത്തരായി മാറും.